എടാ ഉണ്ടോ, ഞാനിവിടെ 2 ദിവസം ഉണ്ട്. 2 ദിവസം നീ വിളി, നമുക്ക് കാണാം. ഓക്കെ ഓക്കെടാ, ശരി. ചേട്ടാ ഹൗസ് സർജൻസി എങ്ങനെയുണ്ട്? ഹൗസ് സർജൻസി കുഴപ്പമില്ലടാ. ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്, തീർച്ചയായിട്ടും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. നീ ഇപ്പോൾ MBBS ഫസ്റ്റ് ഇയർ ആയതല്ലേ ഉള്ളൂ, ഒക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എടാ നിന്റെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു? ആർക്കണ്ടേലും? അമ്മയോട് ഇങ്ങനെ എന്നെ പറയുന്നത് കേട്ടു. അനീഷേട്ടനല്ലേ? അത് തന്നെ, അനീഷേട്ടൻ. എന്താ പറ്റി? ആക്സിഡന്റ് എന്ന് പറഞ്ഞ എന്നെ സ്റ്റാൻഡേർഡ് ആക്കരുത്. വഴി കിടക്കുന്ന പട്ടീൻ്റെ അടുത്ത് കല്ലെടുത്തായിരുന്നു. ആ പട്ടി ഓടിച്ച് മരത്തേക്ക് മരക്കൊത്തി കൊത്തി താഴെ ഇട്ടു. എന്നിട്ട് അതിന് ആക്സിഡന്റ്. ഓടാ. ആന്നേ, ഇപ്പൊ കടിയും കിട്ടി കുത്തും കിട്ടി നടും വെട്ടി കടപ്പാ പുള്ളി. എന്നിട്ട് നീ പുള്ളിനെ കാണാൻ പോയോ? ഇല്ല ഏട്ടാ, ഞാൻ പോയില്ല ഏട്ടാ. എന്താ? എനിക്ക് അങ്ങനത്തെ സീനൊന്നും കണ്ടുവെക്കാൻ പറ്റത്തില്ല. അത്ര ഡാർക്കാ? എനിക്ക് ചിരി വരും. അപ്പം ഞാൻ വെറുതെ കണ്ട പുള്ളിനെ നമ്മൾ ആനന്ദപ്പെടുത്തണമെന്ന് വിചാരിച്ചു. എന്ത് പെടുത്താറില്ല? നമ്മൾ ആനന്ദപ്പെടുത്തണ്ട. മിടുക്കനാ. അക്ഷയല്ലോ. അക്ഷയനാ പോകുന്നു. ഞാൻ ഇന്നലെ എത്തിയടാ. ഇങ്ങോട്ടാ കവലക്ക്. നീ പിന്നെ ഭയങ്കര എൻട്രൻസ് പ്രിപ്പറേഷൻ എന്നൊക്കെ കേട്ടല്ലോ. ഓഫ് കോഴ്സ്. ഏതാടാ, മെഡിക്കലാണോ അതോ എഞ്ചിനീയറിംഗ് ആണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ രണ്ടും നോക്കുന്നുണ്ട്. പിന്നെ ആരടാ, ജസ്വിൻ കുര്യാക്കോസോ? അതൊക്കെ പോട്ടെ. എവിടെയാ കോച്ചിങ്ങിന് പോകുന്നത്? ഏത് സെൻറ്ററിലാണ് പോകുന്നത്? ഞാൻ ഒരിടത്തും പോകുന്നൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെ പഠിച്ചു. ഇനി റിവൈസ് ചെയ്താൽ മാത്രം അമ്മനെ മതി മതി. ജയിച്ചു. അതൊക്കെ പോട്ടെ. എത്ര മോഡ് എക്സാം എഴുതി? അതെന്തിനാ? എടാ ഈ മെയിൻ എക്സാം എഴുതുന്നതിന് മുന്നുണ്ടല്ലോ, മാക്സിമം മോഡൽ എക്സാംസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനായിട്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതൊക്കെ മാക്സിമം നമ്മൾ ചെയ്ത് നോക്കണം. നീ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു? ഒരു 2-3 എൻ്റെ പൊന്ന് സഹോദര, ഈ പരീക്ഷയ്ക്ക് കോമ്പീറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ടൺ കണക്കിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആണോ? എടാ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, നീ ഇതൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് സ്പീഡ്. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നീ ഇപ്പോൾ 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ? നീ ഇതിനകത്ത് ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുത്തു? അങ്ങനെ സമയമൊന്നും നോക്കിയില്ല, എന്നാലും ഒരുമാതിരി ചെയ്യാൻ പറ്റി. എൻ്റെ സമയം നോക്കണം, അല്ലാണ്ട് എങ്ങനെയാ? ഇങ്ങനത്തെ എക്സാംസിനൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയും ഈ എക്സാം എഴുതി തീർക്കുക എന്നുള്ളതല്ലേ, എത്ര വേഗത്തിൽ ഈ എക്സാംസ് എഴുതി തീർക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ട് നീ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, 1-2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും. ലാസ്റ്റ് ഇയറിലെ നീറ്റ് എക്സാം ആയിരുന്നു ഏറ്റവും വലിയ ടഫ്. നീ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പിക്കുക. നീ ഇപ്പോൾ വേണമെങ്കിൽ ജെയുടെയോ അഡ്വാൻസിൻ്റെ ഏത് വേണമെങ്കിലും ഒപ്പിച്ചോ. എന്നിട്ട് നീ ഒരു റിയൽ എക്സാം ടൈമിൽ അതൊന്ന് എഴുതി നോക്കും. അപ്പോൾ നിനക്കറിയാമല്ലോ എത്ര ടൈമിൽ നിനക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ സെറ്റ്? ഓക്കെ, ഇന്ന് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് നാളെ ഞങ്ങളോട് ഒന്ന് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റല്ലേ? ഓക്കെ ഓക്കെ, കിട്ടും. കുറച്ചുകൂടെ പേടിപ്പിക്കായിരുന്നു. കറക്റ്റ് മീറ്റർ. എന്നെ പടമല്ലേ എടുത്തു വെച്ചേക്കുന്നത്? അയ്യോ, അത് ഒരു ഡയറക്ടറും പുള്ളി തന്നെ ഈ ആക്ടറും കൂടെ ചെയ്യാന്ന് പറയുമ്പോഴേ. അത് മാത്രമല്ല, മറ്റേ ആ ഗുളികം കയറുന്ന സീൻ സൗണ്ടും കൂടെ ഉണ്ട്. സൗണ്ട് അങ്ങനെ ഒരു പോയി. അക്ഷയ്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇന്നലെ ചെയ്ത് നോക്കി. എന്നിട്ട് പറ്റണില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്പീഡായിരിക്കും വിഷയം. അതെ. നിനക്കിപ്പോൾ ഏറ്റവും ചെയ്യാൻ പറ്റിയ പരിപാടി എന്ന് വെച്ചാൽ ബ്രില്യൻറ്റിൻ്റെ BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അതായത് ബ്രില്യൻറ്റിൽ പഠിക്കാത്ത കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ബ്രില്യൻ ടെസ്റ്റ് സീരീസ്, അതായത് BTS. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസം പരീക്ഷ എഴുതി നിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരാൻ നിനക്ക് പറ്റും. ആണല്ലേ? ഇതിന്റെ ഫീസൊക്കെ എങ്ങനെയാ? എടാ ഫീസ് എന്ന് പറഞ്ഞാൽ വലിയ ഫീസൊന്നും ആവത്തില്ല. അല്ല, നിനക്ക് +2 ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലേ? എൻ്റെ ബ്രില്യൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ പ്രോഗ്രാമിനും ഇഷ്ടം പോലെ സ്കോളർഷിപ്പ് ഉണ്ട്. ഈ BTS പ്രോഗ്രാമിനും ഉണ്ട് സ്കോളർഷിപ്പ്. നീ ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്ക്. യോഗ കൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എടാ നീ നേരെ ബ്രില്യൻ പാലാടോട്ട് ഓരോ സൈറ്റിൽ പോവാ. അവിടെ BTS പ്രോഗ്രാം ഉണ്ട്, രജിസ്റ്റർ ചെയ്യുക, സിമ്പിൾ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വഴി നോക്കാല്ലേ? അതെന്താ, നമുക്ക് 2 കഴിഞ്ഞ് നോക്കിയാലും. എന്നാ 2 വഴി നോക്കാം. നീ കാന്താര എന്താ? ഇല്ല. Brilliant Study Center, India's #1 coaching center for NEET and JEE.